പ്ലസ് ടു കഴിയുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാവരുടെയും സ്വപ്നമാണ് NIT. അപ്പോൾ NITയിൽ അഡ്മിഷൻ കിട്ടിയ നമ്മുടെ ബ്രില്യൻറ്റിലെ അടുത്തൊരു കൊച്ചുമിടുക്കനെ നമുക്ക് പരിചയപ്പെടാം. പേരും തരുന്നടാ? ആദർശിന്റെ സ്ഥലം എവിടെ? തൃശ്ശൂരാണ്. ഇപ്പൊ തൽക്കാലം കാക്കനാട്. ഓക്കെ. ആദർശിന്റെ ഫാമിലിയാണ്. അമ്മയുടെ പേരെങ്ങനെയായിരുന്നു? സബിത. അച്ഛന്റെ പേര് ഹരീഷ്. തൃശ്ശൂർ സെൻട്രലിലെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലാണ് നമ്മുടെ ആദർശ് ഉണ്ടായിരുന്നത്. നമുക്ക് ആദർശിന്റെ എക്സാമുകളും എക്സാമിന്റെ പെർഫോമൻസുകളും റിസൾട്ടുകളെ കുറിച്ച് ഒന്ന് അറിയാം. ആദർശിന്റെ കീമിന് എത്രയാണ് റാങ്ക്? 202 അല്ലേ? 202. ചാടിക്കറി 202 എന്ന് പറഞ്ഞപ്പോഴത്തേനും 202 റാങ്ക്. അമ്പടാ, അത് വലിയ റാങ്ക് അല്ലേ? പിന്നെ ജെഇ മെയിൻസിന് എങ്ങനെയാണ്? 99.78% 3530 ആണ് നമ്മുടെ റാങ്ക്. 99.78 ആണ്. അതൊരു ഓൾ ഇന്ത്യ എക്സാമിന് 99 അപ്പുറത്തേക്ക് പെർസെൻറ്റേജ് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അതിന് എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിന്റെ ഒരു എക്സൈറ്റ്മെന്റ്? ഞാൻ ആക്ച്വലി മാർക്ക് വെച്ചത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബട്ട് ദെൻ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിന് കണ്ടിന്യൂസ് സപ്പോർട്ട് കാരണം ഒബ്വിയസ്ലി ഇത് പോസിബിൾ ആയി. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതായത് ആ ഒരു ജെഇ മെയിൻസിന്റെ ഇതിപ്പോ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ജാനുവരിയിലും ഏപ്രിലും 2 ജെഇ മെയിൻസ് ആണെന്നല്ലോ. അപ്പൊ ഈ ഒരു പെർസെന്റേജ് നമ്മൾ അറ്റൈൻ ചെയ്തത് ഏത് ഫേസിലാണ്? ജാനുവരി ജെഇ മെയിൻസിലാണ്. ഫസ്റ്റ് ജെഇ മെയിൻസ് ഇസ് ബെസ്റ്റ് ജെഇ മെയിൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ജോർജ് സാർ ഒക്കെ എല്ലാ സമയത്തും ക്ലാസ്സിലൊന്ന് പറയും ജാനുവരിയിൽ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ, കാരണം എല്ലാവരും പഠിക്കില്ലല്ലോ. അതെ. അതായത് നമുക്ക് ഒന്നുകൂടെ നമുക്ക് അതൊന്ന് എടുത്ത് പറയാം. കാരണം വെച്ചാൽ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ കുട്ടികളോട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ജാനുവരിയിൽ നമുക്ക് ജെഇ മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഇപ്പോഴത്തെ എക്സാം എഴുതാൻ പോകുന്നവരും ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ജാനുവരി ജെഇ മെയിൻസിലേക്കാണ്. ഈ കാര്യം നമ്മൾക്ക് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ പാരൻസിന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഇപ്പൊ ഇവരുടെ റിയാക്ഷൻ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ? റിസൾട്ട് വന്നപ്പോഴത്തേനും. മാഡത്തിന്റെ പേരെങ്ങനെയായിരുന്നു? സബിത. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. MCA കഴിഞ്ഞതാണ്. നമ്മൾ പുറത്തായിരുന്നു. ഇവൻ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ജോലി വിട്ടിട്ട് നമ്മൾ വന്നതാണ്. കുവൈറ്റിലായിരുന്നു. പിന്നെ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടി. വരുമ്പോ കിട്ടിയിരുന്നില്ല, പിന്നീടാണ് കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മൾ വന്നതാണ്. ആക്ച്വലി നമ്മൾ ദാസാകോട്ടയിൽ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അവനെ മെറിറ്റില് എഴുതിയിട്ട് തന്നെ എടുക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. വിട്ട് വന്നതാണ്. അതെ, അതായത് ഈ വന്നു ഇപ്പോ എന്ത് തോന്നുന്നു ഇങ്ങനെ വിട്ടു വന്നു എന്നത്? അഡ്വാൻസിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റാത്ത കാരണം ചെറിയൊരു വിഷമമുണ്ട്. അവന്റെ മെയിൻ സ്കോർ വെച്ചിട്ട് അഡ്വാൻസിലും നല്ലൊരു സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത് അത്ര നന്നായി വന്നില്ല. ഇല്ല, അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടെന്നുള്ളത് മാത്രമാണ്. പക്ഷെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. അതായത് ഈ ഒരു ജെഇ മെയിൻസിന് 99.97% എന്ന് പറയുന്നത് അതൊരു ഓൾ ഇന്ത്യ എക്സാം ആണ്. അപ്പോൾ അതിന് ഹെവി കോമ്പറ്റീഷൻസ് ഉള്ള ഒരു എക്സാമാണ്. ഇതിന് അത്രയും, അതായത് ആ ഒരു സ്കോറിനോട് അടുത്ത് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോഴത്തേനും വളരെ സന്തോഷം തോന്നി. പക്ഷെ ഈ വർഷം കുട്ടികൾ കൂടിയോണ്ടാണ് അവന് 3000 റാങ്കിലേക്ക് പോയത്. അത് സ്വാഭാവികം. ഈ ഒരു പെർസെന്റേജ് ആയിരുന്നെങ്കിൽ റാങ്കിലേക്ക് വന്നത്. നമ്മൾ ആദ്യം എക്സാം എഴുതിയപ്പോൾ ഒരു 2500 ഉള്ളിൽ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, 13 ലക്ഷം കുട്ടികളാണ് ഈ എക്സാം എഴുതിയത്. 13 ലക്ഷത്തിൽ നിന്നും ചെക്കൻ വന്നിരിക്കുന്ന 3000 റാങ്കിലാണ്. അത് നമ്മൾ എത്തിച്ചേരുന്നത്, അതായത് ഒരു ഓൾ ഇന്ത്യ എക്സാം ആണെന്നും, അതായത് മാത്രമല്ല നമ്മുടെ ഇപ്പം നമ്മൾ വന്നതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തെ ജോലി മാറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ഇവിടെ അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലോ ഒരു പരിധി വരെ നമുക്ക് നല്ലതെന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. മാത്രമല്ല കീമിന്റെ റിസൾട്ടിൽ 202 റാങ്ക് ഉണ്ട്. അത് ഹാപ്പിയാണല്ലോ. അത് സ്വാഭാവികമായിട്ട് അത് ഹാപ്പി ആവേണ്ടതാണ്, കാരണം അത് വലിയൊരു റിസൾട്ടാണല്ലോ. അച്ഛൻ എന്താണ് പറയാനുള്ളത്? അച്ഛന്റെ പേരെങ്ങനെയായിരുന്നു? ഹരീഷ്. എന്ത് ചെയ്യുന്നു? ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ശരി. ഈ റിസൾട്ട് ഇപ്പം ജെഇ മെയിൻസിന്റെ പെർസെന്റേജ് വന്നപ്പോ 99.7 എന്നൊക്കെ കേട്ടപ്പോഴത്തേനും സർപ്രൈസ് ആയിരുന്നു. അതായത് നമ്മളിപ്പോ ഞാൻ ആക്ച്വലി അവന്റെ അത്രയും കിട്ടും, നമ്മളിപ്പോ അവന്റെ എഫേർട്ട് മാത്രം വെച്ച് നമുക്ക് അവന് ഇത്ര കിട്ടും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. ഓക്കെ, ശരി. ഒരുപാട് കുട്ടികളും ഇതിനായിട്ട് എക്സാം എഴുതുന്നുണ്ടല്ലോ. ദൂരെയുള്ള എക്സാംസിലൊക്കെ ഒരുവിധം നന്നായി പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു നല്ല കുഴപ്പമില്ലാത്ത റാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കിട്ടിയപ്പോൾ. അതെ, അതിപ്പം NITയിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യം അന്നേരം തന്നെ കൺഫേം ആണ്. മാത്രമല്ല ഒരു പ്രത്യേകത വെച്ചാൽ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഭാവി എന്ന് പറയുന്നത് ബോർഡ് എക്സാം നടക്കുന്നതിന് മുന്നേ നമുക്ക് കൺഫേം ആകുവാണ് ഇനി ഏത് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. കൺഫേം ആകാന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അപ്പം എന്തായാലും റിസൾട്ടിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ബ്രില്യന്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സാറിന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതെ, അത് ഒരു പക്ഷേ അത് കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫും വലിയ സപ്പോർട്ടീവ് ആണ്. കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഗുഡ് ഫീലിംഗ് ടു ഹാവ് മൈ സൺ സ്റ്റഡി. താങ്ക് യു. ഞാനപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. അപ്പൊ ഇനി എങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്തത് എന്താണ്?
ഇപ്പോൾ NIT വാറെങ്കിൽ EC കിട്ടിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഫർദർ അലോട്ട്മെന്റ് വരുമ്പോൾ ഒരു ട്രിച്ച് EC ആവാം. അതെ, ട്രിച്ച് ECയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ഇപ്പോൾ റാങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലാണോ നമ്മൾ അപ്ലൈ ചെയ്തത്? ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ ആയിരുന്നു താല്പര്യം. അപ്പം ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ ജോലി മാറി നമ്മുടെ കേരളത്തിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി മാത്രം ഇവരുടെ ഒരു വർഷം കൂടി അല്ലെങ്കിൽ ഒന്നല്ല 2 കൊല്ലം അല്ലേ, 2 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമൊക്കെ ഇല്ലേ? അതായത് പിന്നെ എനിക്ക് ആ പറഞ്ഞൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരിക്കലും എനിക്ക് അങ്ങനെ അഡ്മിഷൻ വേണ്ട, മെറിറ്റിൽ മതി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം കേട്ടോ. അങ്ങനെ പറഞ്ഞു നിന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ അതിന് തയ്യാറായിരുന്നു. പക്ഷെ അവൻ അത് വേണ്ട, ഇത് എഴുതി തന്നെ മെറിറ്റിൽ തന്നെ കിട്ടണം. അല്ല, ആ ഒരു ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ അതാകുമ്പോൾ ഇങ്ങ് വരണ്ടല്ലോ, അവിടെ തന്നെ നിൽക്കാം. ആ ഒരു കാര്യമായിരുന്നു പ്രതീക്ഷ. പിന്നെ ചെറിയൊരാളുടെ 8th പഠിക്കുന്ന കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ. അപ്പൊ എന്നിട്ടും പുള്ളിയുടെ ഒരു മെറിറ്റിൽ വേണമെന്ന് പറയുന്ന പുള്ളിയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഞാനത് പേഴ്സണലി ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ മെറിറ്റിൽ കിട്ടണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൽ വന്നു, മെറിറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സിൽ ചേരുക എന്ന് പറയുന്നത് വലിയ കാര്യം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫോർ മീറ്റിംഗ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.